മൗനരാഗം. രചന, അവതരണം ഋതു. ശ്രീഹരി എന്തെങ്കിലും ചോദിക്കുമോ എന്ന ഭയത്തിൽ അവൾ ഒന്നും മിണ്ടാതെയിരുന്നു. ഹൃദയം പടപടാ തുടിക്കുന്നത് ചെവിയിൽ തുളഞ്ഞു കയറുന്നുണ്ട്. കുറച്ച് ദിവസം മുമ്പ് ഒന്ന് നോക്കി വേണ്ടാത്തത് പറഞ്ഞ ഒരുത്തനെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ചവിട്ടിത്തെറിപ്പിച്ച് കൊല്ലാറാക്കിയതാണ്. അവൾക്ക് തളർച്ച തോന്നി. ഇന്ന് നടന്നതൊക്കെ അറിഞ്ഞാൽ തന്നെ തൊട്ട നന്ദനെ എന്തൊക്കെ ചെയ്യും? അറിയണ്ട, ഒന്നും അറിയണ്ട. മറ്റൊന്നും ഓർക്കാതെ അവൻ്റെ ഷോൾഡറിൽ തല ചേർത്ത് അവൾ ചേർന്നിരുന്നു. ശ്രീഹരി ബുള്ളറ്റിൻ്റെ വേഗത കുറച്ച് സൈഡിൽ നിർത്തി. ലച്ചു, എന്താടാ വയ്യേ? തൻ്റെ വയറിലായി ചുറ്റിപ്പിണഞ്ഞ കൈകളെ കൂട്ടിപ്പിടിച്ചു കൊണ്ടവൻ വെപ്രാളത്തോടെ ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ എന്തോ ഓർത്ത്. നമുക്ക് പോകാം, അവൾ തലയുയർത്താതെ പറഞ്ഞു. ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നുകൊണ്ട് അവൻ സാവകാശം വണ്ടിയെടുത്തു. അപ്പോഴേക്കും ഒരു കൈ അവളുടെ വിരലുകളിൽ കോർത്തു പിടിച്ചിരുന്നു. കണ്ണുകൾ അടച്ചാണ് അവൾ ചാരിയിരിക്കുന്നത്. ലച്ചു, ഇറങ്ങ്. മുഖത്തിഴയുന്ന അവൻ്റെ വിരലുകളുടെ സ്പർശനത്തിൽ ഒന്നുകൂടെ കണ്ണുകൾ ഇറുക്കി അടച്ചു. പെട്ടെന്നവൾ അവ വലിച്ചു തുറന്നു. ചുറ്റും നോക്കി. വീടല്ല, മറ്റൊരിടം. മുന്നിലെ കെട്ടിടത്തിലെ പേര് വായിച്ചു. SL ഹോസ്പിറ്റൽ. അവളുടെ കണ്ണ് മിഴിഞ്ഞു. സംശയത്തോടെ അവനെ നോക്കി. വാ, നിനക്ക് നല്ല ക്ഷീണുണ്ട്, ഒന്ന് കാണിച്ചിട്ട് പോകാം. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിനിടയിൽ അവൻ പറഞ്ഞു. അതിനെന്തിനാ ഇവിടെ വന്നേ? ഇത്രയും ദൂരെ? ഇത് വലിയ ഹോസ്പിറ്റലല്ലേ? അവൾ ബുള്ളറ്റിനടുത്ത് നിന്ന് മാറാതെ ചോദിച്ചു. SL ഹോസ്പിറ്റൽ നാട്ടിൽ നിന്ന് 20 കിലോമീറ്റർ ദൂരെയുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. അതിനിടയിൽ വേറെയും പല ഹോസ്പിറ്റലുകളുണ്ട്. അവൻ്റെ തോളിൽ ചാഞ്ഞിരുന്ന് മയങ്ങിപ്പോയതിനാൽ പിന്നിട്ട ദൂരമൊന്നും അവൾ അറിഞ്ഞതേയില്ല. ഒന്ന് ബോഡി ഫുൾ ചെക്ക് ചെയ്യാം. മുഖം നോക്കിയേ, കാണാൻ പോലും വയ്യ. ഇവിടെ എനിക്ക് പരിചയമുള്ളൊരു ഡോക്ടറുണ്ട്. ശ്രീലക്ഷ്മിയെ തോളോട് ചേർത്ത് പിടിച്ചവൻ മുന്നോട്ട് നടന്നു. വേണ്ട ശ്രീയേട്ടാ, നമുക്ക് പോകാം. എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ പോയി ഒന്ന് കിടന്നാൽ മതി. ഉറങ്ങിയ ക്ഷീണമൊക്കെ പോകും. അല്ലെങ്കിൽ നാട്ടിലുള്ള ഏതെങ്കിലും ക്ലിനിക്കിൽ കാണിക്കാം. ഇവിടെ ഒത്തിരി കാശാവും. പ്ലീസ്, നമുക്ക് പോകാം. അവൾ അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ ശ്രമിച്ചു. ശ്രീഹരി ഒന്ന് നിന്നു. അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. ദേഷ്യമായിരുന്നില്ല, മറിച്ച് വല്ലാത്തൊരു വേദന, പരിഭ്രമം, നിസ്സഹായത. തോളിൽ ചേർത്ത കൈ ഒന്നുകൂടെ മുറുകി. അവളും അവനെ തന്നെ നോക്കി നിന്നു. എതിർക്കല്ലേ എന്ന് പറയുന്നത് പോലെ തോന്നി. എന്തൊക്കെയോ അറിഞ്ഞതുപോലെ. ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരാളുടെ നിസ്സഹായ അവസ്ഥ ആ കണ്ണുകളിൽ നിഴലിക്കുന്നത് പോലെ. കൂടുതൽ എതിർപ്പ് കാട്ടാതെ അവനോടൊപ്പം ചേർന്ന് നടന്നു. സത്യത്തിൽ തല കഠിനമായി വേദനിക്കുന്നുണ്ട്. ചോര വരുന്നില്ല എന്നേ ഉള്ളൂ. ചെവിയിലൂടെ തുളച്ചു കയറുന്ന മൂളലുകൾ ശരീരത്തെ ആകെ വിറങ്ങലിപ്പിക്കുന്നുണ്ട്. അവൾ ചുറ്റും നോക്കി. ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് കയറിയതുപോലെ AC-യുടെ തണുപ്പ് അരിച്ചിറങ്ങി. റിസപ്ഷനിലേക്കൊന്നും നോക്കാതെ ശ്രീഹരി നേരെ ലിഫ്റ്റിലേക്ക് കയറി. 6ാം നിലയിലേക്ക് അവർ ഉയർന്നു. ലിഫ്റ്റ് മുകളിലേക്ക് എത്തുമ്പോഴേക്കും അവൾക്ക് വല്ലാത്ത തളർച്ച തോന്നി. ശ്രീഹരിയുടെ നെഞ്ചിലേക്ക് തല ചേർത്ത് വെച്ചപ്പോൾ ആദിയോടെ അവൻ ഇടുപ്പിലൂടെ കൈ ചേർത്ത് ബലമായി അവളെ പിടിച്ചടുപ്പിച്ചു. ലിഫ്റ്റിന് നേരെ മുന്നിൽ തന്നെയാണ് ഡോക്ടർ അരവിന്ദ് ഭട്ടിൻ്റെ കൺസൾട്ടിംഗ് റൂം. പുറത്തുള്ള ആൾക്കാരെ വകവയ്ക്കാതെ അവൻ അകത്തേക്ക് കാറ്റുപോലെ കയറി. ഒരു പേഷ്യൻറ്റിനെ പരിശോധിക്കുകയായിരുന്ന ഡോക്ടർ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് നീരസത്തോടെ മുഖം തിരിച്ചു. എന്നാൽ മുന്നിൽ നിന്ന ആളെ കണ്ട് ആ മുഖം ഒന്ന് തിളങ്ങി. എന്തോ പറയാൻ വാ തുറന്ന അയാൾ അവൻ്റെ തീക്ഷ്ണമായ നോട്ടത്തിൽ മിണ്ടാതിരുന്നു. സിസ്റ്റർ, കുട്ടി അടുത്ത റൂമിൽ കിടത്തിക്കോ. എന്നിട്ട് ബേസിക്സ് എല്ലാം ചെക്ക് ചെയ്. അടുത്തുള്ള നഴ്സിനോട് പറഞ്ഞ ശേഷം ഡോക്ടർ വീണ്ടും തൻ്റെ പേഷ്യൻറ്റിനെ പരിശോധിക്കുവാൻ തുടങ്ങി. ശ്രീലക്ഷ്മി പകപ്പോടെ ശ്രീഹരിയെ നോക്കി. ഇതൊരു ആശുപത്രിയല്ലേ? ഇങ്ങനെയാണ് ഒരു ഡോക്ടറെ കാണാൻ കയറി ചെല്ലേണ്ടത്? അവൾക്ക് വല്ലായ്മ തോന്നി. അവൻ കണ്ണ് ചിമ്മി കാണിച്ച് ഒന്ന് ചിരിച്ചു. അവളെയും കൊണ്ട് തൊട്ടടുത്ത റൂമിലേക്ക് നടന്നു. ചുറ്റുമുള്ള കാഴ്ചയിൽ അമ്പരന്നിരിക്കുകയായിരുന്നു ലച്ചു. ഹോസ്പിറ്റലിനെ കുറിച്ച് പരസ്യങ്ങളിലൂടെ അവൾ കേട്ടിട്ടുണ്ട്. ഒരിറ്റ് ജീവനെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവിടെ എത്തിയാൽ രക്ഷപ്പെടും എന്നൊരു ഉറപ്പ് പൊതു സംസാരമാണ്. മാസത്തിൽ 2 തവണ അവിടെ സൗജന്യ ചികിത്സയാണ്. അതൊക്കെ കേട്ടുകേൾവി പോലെ അവൾ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നഴ്സ് അവളെയും കൊണ്ട് മുന്നോട്ട് നടന്നപ്പോൾ ശ്രീഹരിയുടെ കയ്യിൽ നിന്ന് അവൾ വഴുതി നീങ്ങി.
വെപ്രാളത്തോടെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്ന് പറയുന്നത് പോലെ അവൻ്റെ കണ്ണുകൾ പിടച്ചു. അവിടെയുള്ള നീളമുള്ള സെറ്റിയിൽ അവൻ ചാരിയിരുന്ന് കണ്ണുകൾ ഇറുകെ പൂട്ടി. ബേസിക് ചെക്കപ്പ് എല്ലാം കഴിയുമ്പോഴേക്കും ഡോക്ടർ അരവിന്ദൻ മുന്നിൽ വന്നു. BP കുറഞ്ഞിട്ടുണ്ട്. തല എവിടെയെങ്കിലും വെച്ചടിച്ചായിരുന്നോ? അവളുടെ കണ്ണും ചെവിയും തലയുടെ പുറകുഭാഗവും സൂക്ഷ്മതയോടെ പരിശോധിച്ചുകൊണ്ട് ഡോക്ടർ ചോദിച്ചു. ഉമിനീർ ഇറക്കിക്കൊണ്ട് വെപ്രാളത്തോടെ അവൾ തൻ്റെ മുന്നിലായി സോഫയിൽ വിരലുകളിൽ താടി താങ്ങിക്കൊണ്ട് തുറിച്ചു നോക്കുന്നവനിലേക്ക് നോട്ടമെറിഞ്ഞു. അത് തല കറങ്ങിയപ്പോൾ എവിടെയോ കൊണ്ടിടിച്ചതുപോലെ. എനിക്ക് ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല. നോക്കാം, നമുക്ക് CT എടുക്കാം. അരവിന്ദൻ തിരിഞ്ഞു നിന്ന് ശ്രീഹരിയോട് പറഞ്ഞപ്പോൾ അവൻ തലയാട്ടുക മാത്രം ചെയ്തു. പിന്നെ സ്കാൻ ചെയ്യാനുള്ള തത്രപ്പാടായിരുന്നു. എല്ലാം കൊണ്ടും അവൾക്കാകെ മടുപ്പ് തോന്നി. റിസൾട്ട് വന്ന് തൻ്റെ മുന്നിലിരിക്കുന്ന ശ്രീഹരിയെ അരവിന്ദൻ നോക്കി. പേടിക്കാനൊന്നുമില്ല. ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നേൽ ഇതിനകം ഛർദ്ദിച്ചേനെ. പക്ഷേ ചെറുതായി ഒരു ചതവ് കാണുന്നുണ്ട്. ചിലപ്പോൾ ഇടയ്ക്കൊരു തലവേദന വന്നേക്കാം. ടെൻഷൻ വേണ്ട, ശ്രദ്ധ വേണം. അവൻ ഒന്ന് വീണ്ടും തലയാട്ടി. റിപ്പോർട്ടെല്ലാം വാങ്ങി അരവിന്ദനെ ഒന്ന് നോക്കി ശ്രീഹരി അകത്തേക്ക് കടന്നു. സെറ്റിയിൽ കിടന്നുറങ്ങുന്ന അവളെ നോക്കി ഒന്ന് നിശ്വസിച്ചു. പതിയെ അവൾക്കടുത്തേക്ക് നടന്ന് ഒരു വശത്തായിരുന്നു. കവിളിലായി കൈ ചേർത്തു. ശ്രീയേട്ടാ. പതിയെ കുറുകിക്കൊണ്ട് ആ കൈയിൽ കൈ ചേർത്തു. അവൻ്റെ കണ്ണുകളൊന്ന് പിടഞ്ഞു. ലച്ചു, എണീക്ക്, അവൻ തട്ടി വിളിച്ചു. മുഖത്തേക്ക് ഇറങ്ങി നിന്ന മുടിയിഴകൾ വശങ്ങളിലേക്ക് ഒതുക്കി വെച്ചു. ഉണരാൻ തുടങ്ങിയ അവൾ കണ്ണു തുറന്ന് മുന്നിലിരിക്കുന്നവനെ നോക്കി കിടന്നു. ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. നെഞ്ചോട് ചേർത്ത് എഴുന്നേൽപ്പിക്കുമ്പോൾ അത്രയും നേരം അവളിലെ വിങ്ങലെല്ലാം അലിഞ്ഞില്ലാതാവുന്നതറിഞ്ഞു. ഒരാശ്വാസത്തോടെ തോളിൽ ചാരിയിരുന്നു. അപ്പോഴേക്കും നഴ്സ് ഒരു ഗ്ലാസ്സിൽ അനാർ ജ്യൂസ് കൊണ്ടുവന്ന് അവരുടെ മുന്നിൽ വെച്ചു. അത് കണ്ടതും ലച്ചുവിൻ്റെ മുഖം ചുളിഞ്ഞു. ശ്രീഹരി അതെടുത്ത് ചുണ്ടോട് ചേർത്ത് വെച്ചു കൊടുത്തു. അവൻ്റെ തുറിച്ച നോട്ടത്തിൽ അതെല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ കുടിച്ചിറക്കി. ചുണ്ടിൽ പറ്റിപ്പിടിച്ച അനാറിൻ്റെ ചുവപ്പിലേക്ക് വിരൽ അമർത്തിക്കൊണ്ടവൻ തുടച്ചെടുത്തു. അടിവയറ്റിലായി ഒരു തിരമാലയടിച്ചുയരുന്നത് പോലെ അവൾ പിടഞ്ഞുപോയി. ഷോൾഡറിലായി കൈ അമർത്തുമ്പോൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. എന്താ ലച്ചു? അവളുടെ മുഖമാകെ വിരലുകൾ കൊണ്ട് അവൻ തുടച്ചു കൊടുത്തു. വിറങ്ങലിച്ച് മരവിച്ചതുപോലെ, ഉടലാകെ ഉയർന്നു പോകുന്നത് പോലെ. മനസ്സിലാകെ ഒരു തിരയിളക്കം. മുഖത്തേക്ക് ഇരച്ചു കയറുന്ന രക്തത്തിൻ്റെ വേഗത അറിഞ്ഞുകൊണ്ട് അവൾ പൊള്ളിപ്പോയി. ശ്രീഹരി അവളെ പതിയെ എഴുന്നേൽപ്പിച്ചു. തല കറങ്ങുന്നുണ്ടോ? നടക്കാൻ പറ്റുമോ? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ശരിയായി, നമുക്ക് പോകാം, അവൾ പതിയെ പറഞ്ഞു. ശ്രീഹരി അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നടന്നു. പോകുന്നത് ഒരു നെടുവീർപ്പോടെ ഡോക്ടർ അരവിന്ദൻ നോക്കി നിന്നു. പാർക്കിങ്ങിലെത്തിയപ്പോൾ മുന്നിൽ തുറന്നു വെച്ച കാറിൻ്റെ ഡോറിലേക്കും ശ്രീഹരിയുടെ മുഖത്തേക്കും അവൾ മാറി മാറി നോക്കി. അച്ചുവേട്ടൻ്റെ കാറാ? ഈ അവസ്ഥയിൽ ബുള്ളറ്റിൽ പോയാൽ ശരിയാവൂല, കയറിക്കോ. കാറിൽ കയറിയപ്പോൾ വല്ലാത്ത നിരാശ തോന്നിയിരുന്നു അവൾക്ക്. ചേർന്നിരുന്ന് പോകാൻ ഒരു കൊതി. കാറ്റിൽ തോളത്ത് നിൽക്കുന്ന മുടികൾ ഉലയുമ്പോൾ അവനിൽ നിന്ന് ഉയരുന്ന ഒരു മണമുണ്ട്. കണ്ണടച്ചത് ആസ്വദിക്കുമ്പോൾ എല്ലാം മറന്നു പോകാറുണ്ട്. അതൊക്കെ തുറന്നു പറയാൻ പറ്റുമോ? ഇനി മറ്റു വഴിയില്ലെന്നതുപോലെ അവൾ സീറ്റിൽ ചാരിയിരുന്നു. എത്ര പിടിച്ചു വെക്കാൻ ശ്രമിച്ചിട്ടും അവളുടെ മുഖം കൂർത്തു വന്നു. ഡ്രൈവർ സീറ്റിലിരുന്ന് സീറ്റ് ബെൽറ്റ് ഇടുമ്പോഴാണ് ശ്രീഹരി ആ ഇരിപ്പ് ശ്രദ്ധിക്കുന്നത്. വീണ്ടും വയ്യാതായോ? ആശങ്കയോടെ അവൻ അവളുടെ കവിളിൽ മൃദുവായി തലോടി. ഇല്ലെന്ന് തല ചലിപ്പിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു. വളരെ സാവധാനത്തിലാണ് ശ്രീഹരി വണ്ടി എടുത്തത്. പോകുന്ന വഴിയിൽ കുറെ ഫ്രൂട്ട്സും നട്ട്സും വാങ്ങി. ഗേറ്റ് കടന്ന് വീട്ടിലെത്തിയപ്പോഴേക്കും 8 മണി കഴിഞ്ഞിരുന്നു. വണ്ടിയുടെ ലൈറ്റ് കണ്ട് അപ്പൂസ് ഉറക്കെ കുരക്കാൻ തുടങ്ങി. സിറ്റ് ഔട്ടിലെ അരഭിത്തിയിൽ അവരെയും പ്രതീക്ഷിച്ച് മഹേഷ് ഉണ്ടായിരുന്നു. നീ വാതിൽ തുറന്നില്ലേടാ? പിന്നെ തുറന്നതാ, വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. കോ ഡ്രൈവർ സീറ്റിൽ നിന്ന് ശ്രീലക്ഷ്മിയുടെ കൈ പിടിച്ച് അവൻ മുന്നോട്ട് നടന്നു. അതെ, നിങ്ങളെ കണ്ട പ്രസവിക്കാറായ ഭാര്യയുടെ കൈപിടിച്ച് വരുന്ന പോലുണ്ട്, മഹേഷ് ശ്രീഹരിയുടെ ചെവിക്കരികിൽ നിന്ന് കളിയോടെ പതുക്കെ പറഞ്ഞു. വയറിനിട്ട് നല്ലൊരു കുത്ത് കിട്ടിയപ്പോൾ അവൻ്റെ വായടഞ്ഞു പോയി. ലച്ചുവിൻ്റെ കൈ അപ്പോഴും മുറുക്കെ പിടിച്ചിരുന്നു.
മുറിയിലേക്ക് കടന്ന് ബെഡിലിരിക്കുമ്പോൾ ഇന്ന് കഴിഞ്ഞ സംഭവങ്ങൾ ഓരോന്നും മനസ്സിലേക്ക് കടന്നെത്തി. അസ്വസ്ഥതയോടെ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. അവയ്ക്കിടയിലൂടെ കണ്ണീര് ചാലിട്ടൊഴുകി. ഒരു ചുടുനിശ്വാസം മുഖത്തേറ്റപ്പോഴാണ് അല്പം പിടച്ചിലോടെ അവൾ കണ്ണു തുറന്നത്. ശ്രീഹരിയുടെ നിസ്സഹായമായ വേദന നിറഞ്ഞ മുഖം, അവനിൽ നിന്ന് വരുന്ന ശ്വാസനിശ്വാസങ്ങൾ, വേർതിരിച്ചെടുക്കാനാവാത്ത വിധം അർത്ഥങ്ങൾ ഒളിപ്പിച്ച നോട്ടം. അവൻ മുട്ടുകുത്തി അവൾക്ക് മുന്നിൽ നിലത്തിരിക്കുകയാണ്. രണ്ട് കൈകളും വലിച്ചെടുപ്പിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അവൾ ആകെ പൊള്ളിപ്പോയി. ആ നെഞ്ചെടുപ്പ് കൈക്കുള്ളിൽ കടന്ന് ശരീരമാകെ പടരുന്ന പോലെ. എന്നോട് എന്തേലും പറയാനിടലച്ചു. അവൾ ഒരു നിമിഷം അവനെ നോക്കി. മിഴികൾ താഴ്ത്തിക്കൊണ്ട് ഇല്ലെന്ന് തലകുലുക്കി. സത്യമായിട്ട് ഒന്നുമില്ലേ? ഞാൻ നിന്റെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടുന്നതായി തോന്നുന്നുണ്ടോ? നിന്റെ വേദന അറിയിക്കാൻ പറ്റാത്ത ഒരന്യനായിട്ട് ഞാൻ മാറിയോ? നിവൃത്തികേട് കൊണ്ടാണോ ലച്ചു ഇവിടെ ഇങ്ങനെ താമസിക്കുന്നത്? വേറെ എങ്ങോട്ടെങ്കിലും പോകാൻ തോന്നുന്നുണ്ടോ? അവസാനത്തെ ചോദ്യത്തിലെത്തിയപ്പോഴേക്കും അവൻ്റെ ശബ്ദം ഇടറിപ്പോയിരുന്നു. ശ്രീലക്ഷ്മി കണ്ണുമിഴിച്ച് അവനെ നോക്കി. എന്തൊക്കെയാണ് പറയുന്നത്? മനസ്സിൽ ഒരിക്കൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ. ചുവന്ന് കലങ്ങിയ കണ്ണുകൾ കണ്ടപ്പോൾ എന്തു പറയണമെന്നറിയാതെ അവൾ തളർന്നു. അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ട് കൂടിയില്ല. എന്താ ഇങ്ങനെയൊക്കെ പറയാൻ? എല്ലാവരും എന്നെ തള്ളി പറഞ്ഞപ്പോൾ കൂടെ നിൽക്കാൻ ശ്രീയേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ മരിച്ചാലും മറക്കില്ല. അത്രയ്ക്ക് കടപ്പാടുണ്ട്. ദൈവത്തെ പോലെയാ എനിക്ക്. വാക്കുകൾ ഇടറി, ശബ്ദം മുറിഞ്ഞു. എത്ര ശ്രമിച്ചിട്ടും പിടിച്ചു നിർത്താനാകാതെ ഏങ്ങലുകൾ ഉയർന്നു. ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പാടുണ്ടോ എന്നോട്? എന്നെ അറിയാത്തതൊന്നും അല്ലല്ലോ ശ്രീയേട്ടന്. കുറച്ച് ദിവസമേ ആയുള്ളൂ കാണാൻ തുടങ്ങിയിട്ടെങ്കിലും മറ്റാരേക്കാളും നന്നായി എന്നെ മനസ്സിലാക്കിയിട്ടില്ലേ? പിന്നെ എന്തിനാ അങ്ങനെ ചോദിച്ചേ? ഒരു കാര്യം സത്യമാണ്. ഞാൻ ഇന്ന് നടന്ന കാര്യങ്ങൾ പറഞ്ഞതൊക്കെ നുണയാ. ഞാൻ പറഞ്ഞത് നുണയാണെന്ന് ശ്രീയേട്ടന് മനസ്സിലായിട്ടില്ലേ? എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ എന്നോട് ഇതൊക്കെ ചോദിക്കുന്നേ? ഒന്നിനും പോണ്ട, പേടിച്ചിട്ടാ. ഞാൻ കാരണം ഇനി ഒരു വഴക്കുണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാ. എനിക്ക് വാക്കുതാ, ശ്രീയേട്ടൻ ആരോടും ഒന്നും ചോദിക്കാൻ പോകൂലെന്ന്, വഴക്കുണ്ടാക്കൂലെന്ന്. അവൾ നെഞ്ചിൽ നിന്ന് തൻ്റെ കൈ വലിച്ചെടുത്ത് സത്യം ചെയ്യിക്കാനായി അവൻ്റെ നേരെ നീട്ടി. പറ്റില്ല എന്ന രീതിയിൽ അവളെ നോക്കി അവൻ തലയാട്ടി. ചെയ്തതിനൊക്കെ മറുപടി കൊടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനെ? അവൻ സ്വയം ചോദിച്ചു. പറയുന്ന കേക്ക് ശ്രീയേട്ടാ, എനിക്കൊന്നും പറ്റില്ലല്ലോ. പിന്നെന്താ? ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. നിനക്കൊന്നും പറ്റില്ല ലച്ചു. ഞാൻ ഉണ്ടാവുമ്പോൾ ഒന്നും പറ്റില്ല. ഇനി ഞാൻ ഇല്ലേലും ഒന്നും സംഭവിക്കില്ല. ദേ, എനിക്കിങ്ങനത്തെ വർത്താനം ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. എന്നെ തനിച്ചാക്കോ ശ്രീയേട്ടൻ? എപ്പോഴും ഉണ്ടാവില്ല എൻ്റെ കൂടെ? ഏതോ ഒരു നിമിഷത്തിൽ അവൾ ചോദിച്ചുപോയി. അടുത്ത സെക്കൻഡിലാണ് താൻ എന്താണ് പറഞ്ഞതെന്ന ബോധം അവൾക്കുണ്ടായത്. നാവ് കടിച്ചുകൊണ്ടവൾ അവനെ നോക്കാനാവാതെ തല താഴ്ത്തിപ്പോയി. നെഞ്ചൊക്കെ പറഞ്ഞു വലിഞ്ഞു പോകുന്നത് പോലെ ശ്രീഹരിയുടെ കണ്ണുകൾ തിളങ്ങി. ആഗ്രഹിച്ചത് എന്തോ കേട്ട പോലെ അവളുടെ താടി പിടിച്ചുയർത്തിക്കൊണ്ട് ആ മുഖത്താകെ കണ്ണോടിച്ചു. കണ്ണീരിൽ കുതിർന്ന് ചുവന്ന് തുടുത്തിട്ടുണ്ട്. കൺതടങ്ങൾ വീങ്ങിപ്പോയി. ലച്ചു, നമുക്ക് കല്യാണം കഴിക്കാം. യാതൊരു സങ്കോചവും ഇല്ലാതെ മടി ഏതുമില്ലാതെ അവൻ ചോദിച്ചു. ശ്വാസം ഒരു നിമിഷം വഴിമാറി. ചാട്ടുളി പോലെ എന്തോ നെഞ്ചിൽ തറച്ചു. പെട്ടെന്ന് അങ്ങനൊരു ചോദ്യം. പെട്ടെന്നല്ല, മുമ്പൊരു തവണ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് ചോദിച്ചതുപോലെയല്ല. ഒരുപാട് മാറ്റങ്ങളുണ്ട് ആ ശബ്ദത്തിൽ, നോട്ടത്തിൽ. വേറെ എന്തൊക്കെയോ ഉണ്ട്. വേർതിരിച്ചറിയാനാവാതെ അവൾ വീർപ്പ് മുട്ടി. ആരുടെയെങ്കിലും ചോദ്യത്തെ പേടിച്ചിട്ടല്ല, വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടുമല്ല. എപ്പോഴും കൂടെ വേണമെന്ന് തോന്നിയതുകൊണ്ടാ. എൻ്റെ മാത്രമായിട്ട് വേണമെന്ന് തോന്നിയിട്ടാ. നോക്കിക്കോളാം, ഒരു പോറലും ഏൽക്കാതെ ഈ കൈവെള്ളയിൽ കൊണ്ട് നടന്നോളാം. ഒരിക്കലും തനിച്ചാക്കൂല. ജീവിതകാലം മുഴുവൻ സ്നേഹിച്ച് പ്രണയിച്ച് കൊണ്ട് നടക്കാൻ ഞാൻ. ഈ കണ്ണ് ഒരിക്കലും നിറയേണ്ടി വരില്ല. പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാം. ശരിക്കും ഇഷ്ടമായിട്ടാ. ഒരുമിച്ച് ജീവിക്കണമെന്ന് കൊതിയായിട്ടാ. ആലോചിച്ച് പറഞ്ഞാൽ മതി. പെട്ടെന്ന് പറയണ്ട കേട്ടോ. ആ തുറന്നു പറച്ചിലിൽ അവൾ ആകെ തറഞ്ഞു പിടഞ്ഞു പോയി. ഇഷ്ടമാണെന്ന് തന്നെയല്ലേ പറഞ്ഞത്? കേട്ടത് തെറ്റിയതല്ലല്ലോ. ഒരുമിച്ച് ജീവിക്കണമെന്ന് തന്നെയല്ലേ പറഞ്ഞത്? മാറിപ്പോയതല്ലല്ലോ. അവളുടെ മനസ്സിൽ ഒരു കടൽ ഇരമ്പി മറഞ്ഞു. ശ്രീഹരി പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അവനാകെ വിയർത്തു പോയിരുന്നു. മുറിയിൽ കടന്ന് ഷർട്ട് ഊരിയെറിഞ്ഞ് വാഷ്റൂമിലെ ഷവറിന് താഴെ നിന്നിട്ടും
തണുത്ത വെള്ളം തലയിലൂടെ ഊർന്നിറങ്ങിയിട്ടും അവൻ്റെ ഉള്ളിലെ ചൂടിനെ തണുപ്പിക്കാനായില്ല. ചുമരിൽ 2 കൈയും ചേർത്ത് വെച്ചവൻ നിന്നു. ഹൃദയം ഇപ്പോഴും ക്രമം തെറ്റി പിടക്കുന്നുണ്ട്. എന്തിനേറെ കാലും കൈയും പോലും വിറക്കുന്നുണ്ട്. ജീവിതത്തിൽ ആദ്യമായി ഒരാൾക്ക് മുന്നിൽ നിന്ന് വിയർത്തു. മനസ്സ് പതറി. ഇഷ്ടാണെന്ന് തുറന്നു പറഞ്ഞു. പറഞ്ഞു പോയതാണ്. ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട്. എൻ്റെ ആണെന്ന് അവൾ അറിയണമെന്ന് തോന്നി. എൻ്റെ മാത്രമാണെന്ന്. ഒട്ടും മറയില്ലാതെ പേടിയില്ലാതെ ഒന്നും ചോദിക്കാതെ തന്നെ അവളെല്ലാം തന്നോട് തുറന്നു പറയണമെന്നുള്ള വാശി. ഇന്നത്തെ കാര്യം പോലും തുറന്നു പറയാത്തത് അവൾക്കിപ്പോഴും തന്നിലൊരു അധികാരം തോന്നാത്തതുകൊണ്ടാണ്. ആ അധികാരം ഉണ്ടാകണം. അവകാശത്തോടെ എൻ്റെ ആണെന്ന് ഉറപ്പിക്കണം. അവൾക്ക് ഞാൻ മതി. കുറച്ച് സ്വാർത്ഥനാകുന്നുണ്ട്. കുറച്ചല്ല, കുറച്ചേറെ. ശ്രീഹരിയുടെ മനസ്സ് ചൂട് പിടിച്ചുകൊണ്ടിരുന്നു.